ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ എവരെയും വളരെ വിനീതമായി പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്വം. ഒരു സ്ത്രീ എന്ന് പറയുന്നത് ആദ്യമായി അവൾ വിദ്യാസമ്പന്ന ആയിരിക്കണം. അതിനു വേണ്ടിയിട്ട് ഓരോ കുടുംബത്തിലും അവർ തീരുമാനം എടുക്കേണ്ടത്, ഒരു പെൺകുഞ്ഞ് വീട്ടിലുണ്ടായിക്കഴിഞ്ഞാൽ അവൾ ഒരു കാരണവശാലും അവളുടെ വിദ്യാഭ്യാസത്തിന് ഒരു കുറവ് പാടില്ല എന്നുള്ളതാണ്. ആ വിദ്യാഭ്യാസം അവൾക്ക് ശരിയായ രീതിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ, ആ കുടുംബത്തിൽ അവൾ നല്ല രീതിയിൽ വർത്തിച്ചു കഴിഞ്ഞാൽ, അവൾ ഒരു കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ അവൾ ഒരു ഉത്തമയായ സ്ത്രീയായിട്ടായിരിക്കും ആ കുടുംബത്തെ മുമ്പോട്ട് നയിക്കുന്നത്. കൂടുമ്പോൾ ഇമ്പകരം എന്ന് പറയുന്നതാണ് കുടുംബം. ഒരു കുടുംബത്തെ വളരെ സമാധാനത്തോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ഉണ്ട് എങ്കിൽ ആ സ്ത്രീയുടെ ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. ദമ്പതികൾ ഒരുമിച്ച് ഒരു തീരുമാനമെടുക്കുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തെ മുമ്പോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ആവശ്യമാണ് എന്ന് കരുതുമ്പോൾ, ആദ്യം അവരുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതായ ഒരു വേദഭാഗം ബൈബിളിൽ പറയുന്നുണ്ട്. സദൃശവാക്യം 22:6. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന് ഉള്ളത്. ആ കുഞ്ഞ് ഈ ലോകത്തിലേക്ക് പിറക്കുന്നതിന് മുമ്പ് തന്നെ അവളെ എങ്ങനെ വളർത്തണം എന്ന് ആ ദമ്പതികൾ തീരുമാനമെടുത്ത് അതിന് പ്രകാരം വളർത്തുന്നുവെങ്കിൽ വളരെ വിജയകരമായ ഒരു ജീവിതമായിരിക്കും ആ കുഞ്ഞിന് ലഭിക്കുക എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിനു വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ ആത്മീയമായി വളർത്തുന്നതിനും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ച ശക്തി കൊണ്ട് നല്ലൊരു ക്രിസ്ത്യാനിയായി, നല്ലൊരു ഹിന്ദുവായി അതിനെ വളർത്തുവാൻ ആ മാതാപിതാക്കൾ തീരുമാനിക്കുന്നുവെങ്കിൽ, ആ കുഞ്ഞ് ഈ ലോകത്തിലെ സഫലത കൈവരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിനായിട്ട് വിദ്യാസമ്പന്നയായ ഒരു സ്ത്രീ മനസ്സിൽ കാണേണ്ടതായ ചില കാര്യങ്ങൾ ചിന്തകന്മാർ പറഞ്ഞത് ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ആത്മീയ കെട്ടുറപ്പ് ഒരു കുടുംബത്തിൽ ഉണ്ടാക്കുവാനുള്ള അടിസ്ഥാന കാരണം അവൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവൾ വിദ്യാസമ്പന്നയാകണം. വീടിൻ്റെ വിളക്കായി ശോഭിക്കുവാൻ അവളെ പ്രേരിപ്പിക്കുന്നത് അവളുടെ വിദ്യയാണ്, അവളുടെ വിദ്യാഭ്യാസമാണ്. സൗമ്യത അവളിൽ ഉളവാക്കുന്നത് അവളുടെ വിദ്യാഭ്യാസമാണ്. ഉത്തരവാദിത്വം ഉള്ള കുടുംബിനി അവൾ ആയിത്തീരുന്നതും അവളുടെ വിദ്യാഭ്യാസം കൊണ്ട് തന്നെയാണ്. അവളെ നല്ലൊരു ഭാര്യയാക്കുന്നതും അവളുടെ വിദ്യാഭ്യാസം തന്നെയാണ്. അവൾ നല്ല ഒരു അമ്മയാകുന്നതും അവളുടെ ആ അറിവിൻ്റെ പശ്ചാത്തലത്തിലാണ്. സ്ത്രീത്വത്തിൻ്റെ മാഹാത്മ്യത്തെ അവൾ ആ വിദ്യാഭ്യാസത്തിലൂടെ തിരിച്ചറിയുന്നു. ഒരു കുടുംബത്തിൽ ആതിഥേയത്വം എങ്ങനെ ആയിരിക്കണമെന്ന് അവൾ പഠിക്കുന്നു, തിരിച്ചറിയുന്നു. അവൾ നല്ല ഒരു ഉപദേശകയായിത്തീരുന്നു. കുടുംബ സമാധാനം നിലനിർത്തുവാൻ അവൾ വചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ അവൾ പഠിക്കുന്നു. ഒരു സ്ത്രീയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അവൾ തിരിച്ചറിയുന്നു. സമാധാനപൂർണമായി ആ അധികാരങ്ങളെ, അവകാശങ്ങളെ സമൂഹത്തിൽ സ്ഥാപിക്കുന്നതിനായി ശ്രമങ്ങൾ നടത്തുന്നു. തൻ്റെ മാതാപിതാക്കളോട് സഹകരിക്കാൻ പഠിക്കുന്നു. തൻ്റെ ഭർത്താവിനോടൊപ്പം നിന്നുകൊണ്ട് കുടുംബത്തെ സമാധാനപൂർണമായി നയിക്കാൻ പഠിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളെ ആത്മീയമായി വളർത്തുന്നതിനും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ച് ആ ശക്തി കൊണ്ട് നല്ല ഒരു കുഞ്ഞായി വളരുവാൻ പഠിപ്പിക്കുന്നതിനും, അങ്ങനെ ഈ ലോക ജീവിതം സഫലമാക്കുന്നത് എങ്ങനെയെന്നും അവളെ ഉദ്ബോധിപ്പിക്കുന്നതും അവളുടെ വിദ്യാഭ്യാസം തന്നെയാണ്. ആയതിനാൽ സ്ത്രീകൾ എപ്പോഴും വായിച്ചുകൊണ്ട് ഇരിക്കണം. അവൾ ഒരിക്കലും അവളുടെ വായന അവൾ നിർത്തരുത്. അതിനായി അവൾ പഠിക്കേണ്ടതായ ചില പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് എഴുതിയത് എലിസബത്ത് സർലോക്കാണ്.
രണ്ടാമതായി അവൾ പഠിച്ചിരിക്കേണ്ടതായ ഒരു ബുക്കുണ്ട്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. പാപ്പലിയ എഴുതിയ പുസ്തകമാണ് ഇത്. അതുകൂടാതെ അവൾ പഠിക്കേണ്ടത്, ഒരു കുടുംബം നയിക്കണം എന്നുണ്ടെങ്കിൽ സമാധാനമാണ് വേണ്ടത് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് ആത്മാവിൻ്റെ ഫലം എന്ന ഒരു ഭാഗം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കേവർക്കും അറിയാം. അതിൽ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം ഇവ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അവൾ പ്രാർത്ഥനയുള്ളവളായിരിക്കണം. ആ പ്രാർത്ഥനയിലൂടെ അവൾക്ക് ആ കുടുംബത്തിൻ്റെ ഒരു നല്ല ഒരു ഭാഗമായി തീരുവാൻ സാധിക്കും. ആദ്യമേ അതിനവൾ ചിന്തിക്കേണ്ടത്, എൻ്റെ കുടുംബമാണിത്, എൻ്റെ വീടാണിത്. എൻ്റെ വീട് എന്ന ആ ഒരു ചിന്ത വരുമ്പോഴാണ് എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ എന്നുള്ള ഒരു ചിന്ത അവൾക്ക് വരുന്നത്. എൻ്റെ കുടുംബം, അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ മനസ്സിലാക്കേണ്ടത്, പിതാക്കന്മാർ പറയുന്നത് പോലെ കടം വീട്ടണം, കടം കൊടുക്കണം, ഞാനും എൻ്റെ ഭർത്താവും ജീവിക്കണം എന്നുള്ള രീതിയിൽ. അതായത് കടം കൊടുക്കണം എന്ന് പറയുന്നത് മക്കളെ നല്ല രീതിയിൽ വളർത്തുക എന്നുള്ളതും, കടം വീട്ടണം എന്നുള്ളത് മാതാപിതാക്കളെ നല്ല രീതിയിൽ പരിചരിക്കണമെന്നുള്ളതും ആണ്. ഭാര്യയും ഭർത്താവും സ്വയം ജീവിക്കുന്നത് അവരുടെ ആ സാഹചര്യം അനുസരിച്ച് അവർക്ക് ജീവിക്കുവാനും സാധിക്കും. അതൊക്കെയും കയ്യിൽ ഇരിക്കുന്നത്, നമ്മുടെ പിതാക്കന്മാർ പറയുന്നത് പോലെ സ്ത്രീ ഒരുമ്പെട്ടാൽ എന്ന് പറയും. അവൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനു വേണ്ടിയിട്ട് അവൾ വിദ്യാസമ്പന്നയാകണം. അവൾ എപ്പോഴും സമാധാനം നിലനിർത്തുന്നവളായിരിക്കണം. ആ സ്നേഹത്തിലൂടെ എല്ലാ കാര്യങ്ങളും അവൾ ആ വീടിനെ പരിചരിക്കണം എന്ന് മാത്രമല്ല, ചിന്തിക്കേണ്ടതായ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, സ്നേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഘടകം. ആ സ്നേഹം ഏത് ഭവനത്തിൽ ഉണ്ടോ ആ ഭവനം അനുഗ്രഹപ്രദമായിരിക്കുന്നു മാത്രം ഇവിടെ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.